നമസ്കാരം. ഈ അറ്റാച്ച്മെന്റ് മൊത്തം കട്ടായാലേ നമുക്ക് മോക്ഷം എന്ന ആ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സത്യയുഗത്തിലേക്കും നമുക്ക് കടക്കണമെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം വന്നത്, ഈ സത്യയുഗത്തിലേക്കുള്ള പ്രവേശനവും ഈ മോക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? സത്യയുഗത്തിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറയുന്നു, എന്നാൽ മോക്ഷം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും എങ്ങനെ യോജിക്കുന്നു എന്നതാണ് ഒരു ചോദ്യം. ഈ മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജന്മം പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ പഠിക്കേണ്ടത് പഠിച്ച് നമ്മുടെ ശരീരവും ഈ ഭൗതികമായ മനസ്സ് ഉപേക്ഷിച്ച് ആത്മാവ് പോകുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ മോക്ഷം ഓരോ ജന്മത്തിലും നമുക്ക് മോക്ഷമുണ്ട്. പൂർണ്ണമായിട്ടും ഇനി ഈ ഭൂമിയിൽ ഒരു ജന്മമില്ല എന്ന ലെവലിലുള്ള ഒരു മോക്ഷമുണ്ട്. അത് എത്തുക എന്ന് പറയുന്നതാണ് കുറച്ച് പാട്. അതായത് അതിലാണ് ഈ ഫുൾ അറ്റാച്ച്മെന്റ് എല്ലാം കട്ടായി ആഗ്രഹങ്ങളെല്ലാം തീർത്ത് ഇനി ഒരു ആഗ്രഹവും എനിക്കില്ല, എനിക്ക് ദൈവം മതി, അല്ലെങ്കിൽ എനിക്കിനി ജന്മമേ വേണ്ട, എനിക്ക് ഇങ്ങനെയൊരു ജീവിതമേ വേണ്ട എന്ന് ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ശരീരവും ഈ മനസ്സൊക്കെ ഉപേക്ഷിച്ച് പോകാനായി ഇങ്ങനെ വ്യഗ്രത കൊണ്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ശരിക്കും അപൂർണ മോക്ഷം വരുന്നത്. അപ്പൊ ശരിക്കും ദൈവം എന്താണെന്നും മറ്റ് ശക്തികൾ എന്താണെന്നും ദേവന്മാരെന്താണ്, പോസിറ്റീവ് എന്ത്, നെഗറ്റീവ് എന്ത്, പ്രകൃതി എന്ത്, ഇങ്ങനെയൊക്കെയുള്ള സകലമായ അറിവും കിട്ടി നല്ല ജ്ഞാനം ലഭിച്ച് നമുക്ക് ഈ ഭൂമിയിലുള്ള ഭൗതികമായിട്ടുള്ള സകലതും ഇതൊക്കെ വെറും താൽക്കാലികമായ മായയാണെന്നും അല്ലെങ്കിൽ ഒരു ചവറാണെന്നും അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി തൽക്കാലം വന്ന ഒരു നാടകശാലയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ് എന്നൊക്കെ മനസ്സിലായിട്ട് ഈ നാടകം അല്ലെങ്കിൽ ഈ കളി പൂർത്തിയാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാൽ മതിയേ എന്ന് അതിയായി ആഗ്രഹിച്ച് പോകുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഈ പൂർണ്ണ മോക്ഷം വരുന്നത്. ചെറു മരണം ആഗ്രഹിച്ചിരുന്നിരുന്നിരുന്ന് അവർക്ക് തന്നെ ഒരു മനസ്സിൽ കിട്ടും, മരണം ഇത്ര ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ഇത്ര സമയത്തിനകത്ത് ഞാൻ പോകും എന്നുള്ളിൽ തന്നെ ആത്മാവിലൂടെ അതൊക്കെ മനസ്സിലാക്കി സന്തോഷമായിട്ട് ഇരുന്ന് ഉറങ്ങുന്നത് പോലെ അങ്ങ് മരിച്ചു പോകുന്നതാണ് ശരിക്കുള്ള മരണവും ശരിക്കുള്ള മോക്ഷവും. ജന്മമോക്ഷത്തിലും ഇത് ചിലപ്പം കിട്ടും, പൂർണ്ണമായ ഒരു മോക്ഷം പോകുന്നതിലും ഇത് കിട്ടും. നമ്മൾ കണ്ട പല പല ഗുരുക്കന്മാരും ആചാര്യന്മാര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അറിയാലോ ഈ ആത്മീയ ലെവലിലൊക്കെ നിൽക്കുന്ന പലരും ജന്മമോക്ഷം നേടിയാണ് പോയിട്ടുള്ളത്. ഈ കാലഘട്ടത്ത്, അതായത് ഈ കലിയുഗം അവസാനിക്കുമ്പോൾ ഈ കലിയെ പൂർണ്ണമായും ജയിച്ച് ഈ ഭൗതികമായിട്ടുള്ള സകലത്തെയും തിരിച്ചറിഞ്ഞ് പോകുന്ന അതാണ് ശരിക്കും ഈ പൂർണ്ണ മോക്ഷത്തിലോട്ട് ഒരുപാട് പേര് ഇനിയാണ് ശരിക്കും പോകുന്നത്. നേരത്തേക്ക് പോയില്ലെന്നല്ല, ഒരുപാട് അറിവും ജ്ഞാനവും ലഭിച്ചവർ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാറി നിന്ന് ഇതെല്ലാം മനസ്സിലാക്കി പൂർണ്ണ മോക്ഷത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പൂർണ്ണമായ ഒരു ജ്ഞാനം കിട്ടാത്തവരും ഒരുപാട് ഗുരുക്കന്മാരായിട്ട് നമുക്കിതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാരും ഈ ജന്മത്തിലും ആ ആത്മാവ് തിരിച്ചു വന്ന് പൂർണ്ണ ജ്ഞാനം ലഭിച്ച് പൂർണ്ണ മോക്ഷത്തിലേക്ക് പോകുന്നതാണ് ഈ കാലഘട്ടം. ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തെ സത്യയുഗത്തിലോട്ട് പോകുന്ന. അപ്പം ഇതിലുള്ള ഒരുപാട് ആത്മാക്കൾക്ക് ശരിക്കും ആ സത്യയുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പല ആത്മാക്കളെ. ഇതൊക്കെ നേരത്തെ നല്ല ഹൈ ലെവലിൽ ഓരോ മതത്തിൽ നിന്നും ആത്മീയ വളർച്ച നേടി ജയിച്ച് ആ ജന്മമോക്ഷം നേടിയവർ തന്നെയാണ് പല ആത്മാക്കളും സത്യയുഗത്തിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഭൂമിയിൽ തിരിച്ചു വരുന്നിട്ടുള്ളത്. ഇപ്പൊ വന്നിട്ടുണ്ട്, പലരും ഇനി വരാനും പോകുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സത്യയുഗം എന്ന് പറയുന്നത്? ഈ മോക്ഷം എത്തുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ ഈ ബാലൻസിങ് മൈൻഡ്, അതെല്ലാം സമത്തിലാക്കി വെക്കുന്ന ഒരു മനസ്സ് എത്തുന്ന ആ ഒരു ആത്മാവിന് ഭൂമിയിൽ തന്നെ ഒരു സുഖം അല്ലെങ്കിൽ ഒരു സ്വർഗം ആസ്വദിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തുന്നതാണ് ഈ സത്യയുഗം. ഇപ്പൊ ഒരു 5 പേര് ആ ഒരു ലെവലിലേക്ക് ഭൂമിയിൽ എത്തി. അവർക്കൊരു 30-40 വയസ്സായപ്പോഴേക്കും അവർ ആ ഒരു ലെവലിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ ആ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽ അവർ പൂർണ്ണമായി ജീവിച്ചു വരുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ, അത് പ്രകൃതിയുമായി ഇഴകി അലിഞ്ഞു ചേർന്ന് വരുന്ന ഒരു അവസ്ഥയിൽ എത്തിയാലും അവർക്ക് ഇനി ഒരുപാട് ആയുസ്സുണ്ട്. ഒരു 35-40 വയസ്സിൽ അവർ ആ ലെവലിലെത്തി. അപ്പൊ ഇനി ബാക്കി ആയുസ് അവർ ഭൂമിയിൽ ഒരു പ്രത്യേക ഒരുതരം അനുഭവം, ഒരു സുഖം അനുഭവിച്ച് മുന്നോട്ട് പോകും. അതിനെയാണ് ഈ സത്യയുഗം അവർ ആസ്വദിക്കുന്നു എന്ന് പറയുന്നത്. ഈ യുഗം ഭൂമിയിൽ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ എത്ര പേര് ഇപ്പൊ അത് ആസ്വദിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പലരും ഇനി അങ്ങോട്ട് ആസ്വദിച്ച് വരും. എന്റെ ലക്ഷ്യം അതിലോട്ടാണ്. അപ്പൊ അതാണ് ഈ സത്യയുഗം. പക്ഷെ ഈ സത്യയുഗത്തിലോട്ട് എത്തുന്നവരുടെ മനസ്സും ഞാൻ ഈ പറഞ്ഞതുപോലെ ആ മോക്ഷം എത്തുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്ന മനസ്സായിരിക്കും. സകലത്തിൽ നിന്നും അറ്റാച്ച്മെന്റ് കട്ടായി ദൈവം മാത്രം മതി, ആ ദൈവത്തിലോട്ട് എനിക്ക് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ആരുടെ മനസ്സ് എത്തുന്നുവോ അവർ ഈ ഭൂമിയിൽ ഇനിയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അവർ ഒരു 10 കൊല്ലവും കൂടെ ഇവിടെ ആയുസുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25 വർഷം
ഭൂമിയിൽ ഇനി ആയുസ്സുണ്ടെങ്കിൽ അവർ ഈ ഭൂമിയിൽ ഒരു പുതിയൊരു സുഖകരമായ ഒരു ജീവിതം ആസ്വദിക്കും. അങ്ങനെ ആസ്വദിക്കുന്നവരാണ് ഈ സത്യയുഗം ആസ്വദിച്ച് തുടങ്ങി അല്ലെങ്കിൽ ആസ്വദിക്കുന്നു എന്ന് പറയുന്നത്. ചിലര് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 65-70 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അധികം ആസ്വദിക്കാൻ പറ്റൂല. അവരുടെ ആത്മാവ് നേരെ ദൈവത്തിലോട്ട് പോകും. അവർക്കത് ആസ്വദിക്കാൻ ആഗ്രഹവും കാണില്ല. കാരണം വയസ്സായി, ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് ദൈവത്തിലോട്ട് പോയാൽ മതി, ഇനി ജീവിതം വേണ്ട എന്ന് പറയുന്നവർ ആ മോക്ഷ പ്രാപ്തി നേടി അവരങ്ങ് പോകും. അല്ലാതെ ഭൂമിയിൽ ഇനി കുറച്ചുനാൾ എനിക്ക് ആസ്വദിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭൂമിയിൽ സത്യയുഗം ആസ്വദിക്കും. അത് ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദർശനങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നവർക്ക് അത് അറിയാം. അവർക്ക് ഭൂമിയിൽ അങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് ആ ആത്മാവിനറിയാം. അങ്ങനെയുള്ളവർ ഭൂമിയിൽ കുറച്ച് നാൾ അങ്ങനെ നിൽക്കും. ഇനി എന്താണ് അറ്റാച്ച്മെന്റ് കട്ടിങ്? ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ഇത് ഞാൻ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. കാരണം ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സാധിച്ചുകൂടെ, ഇല്ലെങ്കിൽ നേടിക്കൂടെ എന്നൊക്കെ പറയുന്ന മാർഗങ്ങളുണ്ട്. അത് ഈ ആത്മീയ ലെവലിലെ വളർച്ച വന്ന ആത്മാക്കൾക്കുള്ളതല്ല. ശിശുക്കളെ നിൽക്കുന്നവർക്ക് ഭൂമിയിൽ സുഖകരമായ ജീവിതം കിട്ടാൻ വേണ്ടി ചില ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് ഈ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളും. അങ്ങനെ അട്രാക്ട് ചെയ്ത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേടി ഭൂമിയിൽ സുഖകരമായി ജീവിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ അല്ലെ പല ജന്മത്തിൽ വന്ന് ഞാൻ ഈ ഇപ്പോൾ പറയുന്ന ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തേണ്ടി വരും. അല്ലാതെ ഭൂമിയിൽ ഇങ്ങനെ സുഖവും ഒക്കെ നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് അട്രാക്ട് ചെയ്ത് വാങ്ങിച്ചാലും കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ ആത്മാവിന് മോക്ഷം ലഭിക്കൂല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാനിപ്പോ ഈ പറയുന്നതെല്ലാം ഈ ഭൂമിയിലുള്ള സകലതും ഉപേക്ഷിച്ചും കൊണ്ട് എങ്ങനെ ദൈവത്തിലോട്ടെത്താം എന്നതിന്റെ മാർഗങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ സകലതും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതും നമുക്ക് വരേണ്ടതും ഓട്ടോമാറ്റിക്കായിട്ടും നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷെ നമ്മൾ അതിലൊന്നിലും അറ്റാച്ച്ഡ് ആവൂല. നമ്മൾ അറ്റാച്ച്ഡ് ആകും എന്ന് പറയുന്ന കാര്യം നമുക്ക് കിട്ടൂല. പക്ഷെ നമുക്ക് ഈ ഒന്നിനും അറ്റാച്ച്ഡ് ആവൂല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഇങ്ങോട്ട് വന്നു ചേരും. ഇതാണ് എന്നിലൂടെയുള്ള മാർഗം. അപ്പൊ നമുക്ക് ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ട്. പല ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് വരും. ഈ ആഗ്രഹങ്ങളെല്ലാം നേടുകയല്ല എന്നിലൂടെയുള്ള വഴി, ആവശ്യങ്ങൾ നേടിയെടുക്കുകയാണ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങൾ ആവശ്യങ്ങളായിട്ടുണ്ട്, ആഗ്രഹങ്ങളല്ല. ഉദാഹരണത്തിന് മാതാപിതാക്കൾ ഉണ്ട്, അവരുടെ മക്കളുണ്ട്. മക്കൾക്ക് നല്ലൊരു ജോലിയൊന്നും ശരിയായി വരുന്നില്ല. അപ്പം അവർക്ക് മാന്യമായ ഒരു ജോലി വേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് യാചിക്കുകയൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കേണ്ടത് എന്തെങ്കിലും ഒരു മാന്യമായ ജോലി കിട്ടുക, ഇത്രയേ ഉള്ളൂ. ഇതാണ് ആവശ്യം. ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഡോക്ടറാകണം, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആകണം എന്നും പറഞ്ഞ് അതിനുവേണ്ടി ലക്ഷ്യം വെച്ച് നമ്മൾ ശ്രമിക്കുമ്പോൾ അതൊരു ആഗ്രഹമാണ്. ഇത് ശിശുക്കൾക്ക് ഉള്ള കാര്യങ്ങളാണ്. ആത്മീയ വളർച്ച വന്ന ഒരു ആള് അങ്ങനെ ചിന്തിക്കുകയോ അങ്ങനെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. നമുക്ക് ജീവിക്കാനായിട്ട് ഒരു തൊഴിൽ വേണം. എന്തെങ്കിലും തൊഴിൽ ചെയ്താലേ നമുക്കുള്ള വരുമാനം കിട്ടുള്ളൂ. അതുകൊണ്ട് വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ജോലി വേണം. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി തെളിഞ്ഞു വരണം, അതിനുള്ള ആരോഗ്യവും എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യം പ്രാർത്ഥിക്കാം, അല്ലെ ആവശ്യപ്പെടുന്നതാണ് ശരിക്കും വേണ്ടത്. ഇന്ന വേണം, ഇന്ന തന്നെ വേണം എന്ന് അതിയായി ആഗ്രഹിച്ച് നമ്മൾ നേടുന്നതാണ് അറ്റാച്ച്മെന്റിലോട്ട് പോകുന്നത്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ ആവശ്യം വേണം എന്ന് പറഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം, എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും കടയിൽ കയറുമ്പോൾ അവർ പറയും ഇവിടെ ഊണില്ല, പകരം ദോശയും ചമ്മന്തിയേ ഉള്ളൂ. അയ്യോ ഊണില്ലല്ലേ, അയ്യോ എന്നാ ഇറങ്ങിപ്പോയിരുന്നു, അടുത്ത കടയിൽ ഊണുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഒരു ഊണ് അല്ലെങ്കിൽ ചോറും കറിയും കഴിച്ചേ പറ്റൂ എന്ന് ചിന്തിച്ച് അതന്വേഷിച്ച് നടക്കുന്നത് അറ്റാച്ച്മെന്റ് ആണ്. ശരിക്കും ഉച്ചയ്ക്ക് ചോറ് തിന്നണം എന്നതൊരു അറ്റാച്ച്മെന്റ് ആയിപ്പോയി. ഇത് തെറ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ആത്മീയ വളർച്ച വരൂല. വിശക്കുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരം കിട്ടണം. ഇത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ ആവശ്യം കിട്ടിയാൽ മതി. അവിടെ നമ്മൾ ആഗ്രഹം വേണ്ട. ചിലർ പറയും ഉച്ചയ്ക്ക് ഒരു ബിരിയാണി തിന്നാൻ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയി, അത് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കരമായ വിഷമം, ഉച്ചയ്ക്ക് ഒരു ബിരിയാണി വേണമെന്ന് ഞാൻ. അപ്പൊ അതാണ് ആഗ്രഹം. അത് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ്. പക്ഷെ ആവശ്യം എന്ന് പറയുന്ന സാധനം നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആ കാര്യം ഓക്കെ ആവാൻ വേണ്ടി എന്താണ് വേണ്ടത് അത് കിട്ടിയാൽ മതി. അതേപോലെ തന്നെ ഈ മാതാപിതാക്കൾ അവരോടുള്ള സ്നേഹം വേണം. മാതാപിതാക്കളോടൊന്നല്ല, നമ്മുടെ മക്കളോടൊന്നല്ല.
നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളോടായാലും വീട്ടിലെ മരങ്ങളായാലും ചെടികളായാലും എന്തിനേയും നമ്മൾ സ്നേഹിക്കണം. പക്ഷേ അറ്റാച്ച്മെന്റ് പാടില്ല. അതാണ് ഇപ്പൊ അടുത്ത പറഞ്ഞുതരാൻ പോണ വ്യത്യാസം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു മരമുണ്ട്. ആ മരത്തെ നമ്മൾ നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് കായ്ഫലം കിട്ടുന്നു, എല്ലാം ചെയ്യുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. ഓക്കെ, ഒരു മാവാണെന്ന് വെച്ചോ ഒക്കെ വരുന്നു. പക്ഷെ അത് നമുക്ക് വീടിന് ദോഷം ചെയ്യേ. പക്ഷെ അത് പലരും പറയുന്നു അത് വീടിന് ദോഷം വരും. വീടിന് ദോഷം വരും, അത് മുറിച്ചു കളയണം. പക്ഷെ മുറിക്കാനുള്ള മനസ്സ് വരുന്നില്ല. കാരണം ഇത്രയും നാളം ഞാൻ പൊന്നുപോലെ വളർത്തിയ ഒരു മാവ്, നല്ല മാങ്ങയൊക്കെ തരുന്ന മാവ്, അതിനെ മുറിച്ചു കളയാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കത് ഭയങ്കരമായ വിഷമം വരുന്നു അതിനെ മുറിക്കാൻ എന്ന് ചിന്തിച്ചാൽ ആ മാവിനോട് അറ്റാച്ച്മെന്റ് ആയിപ്പോയി. അപ്പം അവിടെ നമ്മൾ വേണ്ടത്, നമുക്ക് വീട്ടിൽ ദോഷം വരുന്ന മാവ് അല്ലെങ്കിൽ ദോഷം വരുന്നുണ്ടെങ്കിൽ അത് അപ്പോഴും മുറിച്ചു കളയുക. എന്നിട്ട് പകരം ദോഷം വരാത്ത സ്ഥലത്ത് വേറൊരു മാവ് നടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പോയാൽ മറ്റൊന്ന് വേറൊന്ന് വരും. ഇതാണ് വേണ്ടത്. പക്ഷെ ഇത് പറ്റൂല എന്ന് പറയുമ്പോഴാണ് അവിടെ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങനെ സംഭവിക്കില്ലേ, അയ്യോ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലേ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലേ എന്ന് നമ്മൾ ശക്തമായി എന്തിനെങ്കിലും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവത്തിലേക്ക് നിങ്ങൾ അറ്റാച്ച്ഡ് ആയി പോയി എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ അറ്റാച്ച്ഡ് ആയി പോയത് കൊണ്ടാണ് അവിടെ നിങ്ങളെ പലതും പഠിപ്പിക്കേണ്ടി വരുന്നത്. അപ്പൊ ഒന്നിനും ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി പോകരുത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പലർക്കും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒന്നിനും അറ്റാച്ച്ഡ് ആവാതെ, കാര്യം പ്രത്യേകം നല്ല ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഒന്നിനും അറ്റാച്ച്ഡ് ആവാതെ എല്ലാം നമുക്ക് കയ്യിൽ കിട്ടി, നമ്മളിലുണ്ട്, ഉള്ള കാലത്തോളം ഹാപ്പി. അത് നഷ്ടപ്പെട്ടാൽ പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതിൽ ശ്രമിക്കുക. ഇപ്പൊ നമുക്കൊരു വാഹനം കിട്ടി. ഇപ്പൊ ചിലരുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ആ വാഹനം എത്ര പഴകിയതായ പോലും വിൽക്കാതെ അതും കൂടെ വീട്ടിന്റെ അറ്റത്ത് വെച്ചേക്കും. സംഗതി ആക്രി പോലെ ആയാൽ പോലും അത് വിൽക്കൂല, അതവിടെ ഇങ്ങനെ വെച്ചേക്കും. എന്താണ് അറ്റാച്ച്മെന്റ്? അത് പാടില്ല. അന്ന് നമുക്കൊരു വണ്ടി കിട്ടി, ഈ ഭൂമിയിൽ ജീവിക്കുന്നു, നമുക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം വേണം, ഒരു വാഹനം കിട്ടി, അത് പഴയതായി കളയുക, അടുത്ത പുതിയൊരു വാഹനം വാങ്ങിക്കുക. ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ച വാഹനം, എന്നെ കൊണ്ടു നടന്ന വാഹനം, അയ്യോ എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ വളർച്ച അവിടെ ബ്ലോക്ക് ആകും. കാരണം അറ്റാച്ച്മെന്റ് ആയിപ്പോയി. ചിലര് പറയും ഉച്ചയ്ക്ക് മീൻകറി, മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റൂല, ദിവസവും എന്തെങ്കിലും ഒരു മീൻ, ഒരു മീനിന്റെ മണം കിട്ടിയാലും മതി എന്ന് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ മീൻകറിയുമായി നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്. അതില്ലാതെ പറ്റണില്ല. കാരണം നമുക്കത് ഇല്ലാതെ പറ്റൂല എന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അതിയായി വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച്മെന്റിലോട്ട് പോയി. പക്ഷെ എല്ലാത്തിനോടും നമുക്ക് സ്നേഹം വേണം, സകലരോടും സ്നേഹം വേണം. കാരണം അതെല്ലാം നമ്മളെ പോലെ ഓരോ ആത്മാക്കളാണ്, എല്ലാം ദൈവത്തിൽ നിന്ന് വന്ന സെയിം ആത്മാക്കളാണ്. അപ്പം എല്ലാ ആത്മാക്കളെയും നമ്മൾ സ്നേഹിക്കണം. ഒന്നുമായി അറ്റാച്ച്ഡ് വരരുത്. ഇപ്പൊ ഒരു വളർത്തു മൃഗം വീട്ടിൽ വളർത്തുകയാണ്, അത് നമ്മൾ വളർത്തി, നമ്മൾ താലോലിച്ച് വേണ്ട സമയം ആഹാരം കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു. പക്ഷെ അതിലോട്ട് അറ്റാച്ച്മെന്റ് ആയി പോകരുത്. അറ്റാച്ച്മെന്റ് ആയി പോകുമ്പോഴാണ് അത് ചത്തുപോവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ തകർന്ന് നമുക്കേ ആഹാരം കഴിക്കാൻ പോലും പറ്റാതെ വിഷമവും കരച്ചിലും, ഇത് ആണ് അറ്റാച്ച്മെന്റ്. അങ്ങനെ വരരുത്. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ, കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ വളർച്ച അവിടെ ഡൗൺ ആയി പോകും. ഈ മോക്ഷം എന്ന് പറയുന്നതിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റൂല. സത്യയുഗം എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ പറ്റൂല. അപ്പൊ ഒന്നിലും അറ്റാച്ച്ഡ് ആയി പോകരുത്. എല്ലാത്തിനെയും സ്നേഹിക്കുക, എല്ലാത്തിനും വേണ്ട കർമ്മം നമ്മൾ കടമ പോലെ ചെയ്യുക. ഒന്നിലും അറ്റാച്ച്ഡ് ആയി പോകരുത്. അങ്ങനെ അറ്റാച്ച്ഡ് ആയി പോകാതിരിക്കാനായിട്ട് ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിലോട്ട് അതിയായ ആഗ്രഹം വരണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം, അത് ഏത് നിമിഷവും അത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് എന്നിൽ നിന്നും മാറിപ്പോകും എന്ന് ചിന്തിക്കുക. മക്കളെ കേസിലാണെങ്കിലും ശരി, മാതാപിതാക്കളുടെ കേസിലാണെങ്കിലും ശരി, ഇതെല്ലാം താൽക്കാലികം. ഇപ്പോൾ ഉണ്ട്, ഏത് നിമിഷം വേണോ നമ്മളിൽ നിന്നും ഇവർ ഇല്ലാതായി പോകും, എന്ത് വേണോ സംഭവിക്കാം എന്ന് മനസ്സിലൊരു മുൻകരുതൽ വെച്ചും കൊണ്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോയാൽ ഒരിക്കലും അതിലോട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയി പോകൂല. എന്ത് കാര്യമാണെങ്കിലും, ഒരു തൊഴിലാണെങ്കിലും, നമുക്ക് നല്ല ശമ്പളവും കിട്ടുന്നൊരു ജോലിയാണ്, കൊള്ളാം. പക്ഷെ ഒരിക്കലും അതിൽ ഹാപ്പി ആവരുത്. എപ്പോഴും വേണോ ആ ജോലി നഷ്ടപ്പെടാം. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് എന്നേക്കുള്ള അല്ല, ഏത് നിമിഷവും എന്ന് വേണോ ഇതൊക്കെ നഷ്ടപ്പെടും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ ആരോഗ്യമാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം, എപ്പോ ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, എപ്പോ വേണോ എന്ത് വേണോ സംഭവിക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും ചിന്തിച്ച് ഇതെല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ഒന്നിലും അറ്റാച്ച്മെന്റ് വരൂല. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.